എന്തുവാടാ കാഞ്ചന ഇതുവരെ കാണുന്നില്ല? ഞാൻ കൂട്ടിക്കൊണ്ട് വരട്ടെ? ഒന്ന് മിണ്ടാതിരുന്ന ആ ഗുഡ് മോർണിംഗ് കാഞ്ചന. ഗുഡ് മോർണിംഗ്. ഗുഡ് ഗുഡ് മോർണിംഗ്. നിങ്ങൾ എന്താ നേരത്തെ തന്നെ എത്തിയല്ലോ? ആക്ച്വലി രാവിലെ ഗേറ്റ് തുറന്ന പോലെ ഇവരാ. ദ്രോഹി. അപ്പൊ ഇവന്മാർക്ക് വാച്ച്മാൻ പോസ്റ്റ് അങ്ങ് കൊടുത്താ പോരെ? ഇന്ന് ഞങ്ങളുടെ അഡ്മിഷൻ ആണ്. ഞാൻ പ്രിൻസിപ്പലിനോട് സംസാരിച്ചു. നിങ്ങളുടെ ഡീറ്റെയിൽസ് തരൂ. വളരെ താങ്ക്സ് കാഞ്ചന. കയ്യിൽ വേണ്ട, ഡീറ്റെയിൽസ് മാത്രം മതി. അതൊക്കെ അവൻ തരും. ഞാൻ കൊടുത്തേക്കാം, നീ പോടാ പോ. നിങ്ങൾ വരൂ, ഐ വിൽ ഷോ ദ ക്ലാസ് റൂം. ശരി, ഓക്കെ. കണ്ണേ കലമാൻ കടമിഴി അഴകി പ്രണയം എന്നൊരു വരം താ, എന്നും നിന്നെ മനസ്സിന്റെ മരത്തിൽ മഴത്തുള്ളി മലരായി വിടത്താം. എൻ മനസ്സിൽ പെയ്തു നീ സ്നേഹമായി ചെറു ചന്ദ്രബിംബമുഖമായി. ദിസ് ഈസ് യുവർ ക്ലാസ് റൂം. അയ്യോ, അപ്പൊ നിങ്ങൾ വരുന്നില്ലേ? ഇനിയും സമയമുണ്ട്. ഐ വിൽ ജോയിൻ ലേറ്റർ. ഓ പ്ലീസ്. Good morning. Please sit down. Thank you, ma'am. ബോൺജൂർ കാഞ്ചന. Bonjour couple. Please sit down. മച്ചു, ഫ്രഞ്ച് ക്ലാസ് തുടങ്ങിയിട്ട് പോലുമില്ല, അപ്പോഴേക്കും ഫ്രഞ്ചിൽ സംസാരിക്കുന്ന കാലം. Today we're gonna learn some new words. ബോൺസ് പൗഡർ ആഡിൽ വരുന്ന പെണ്ണിനെ പോലെ ആ കവിളത്ര മൃദുലമാണെന്ന് കാണണ്ട. ഞാൻ ആടെ കണ്ടിട്ടില്ല മച്ചു. എമോർ ലെഫ് എദം എദമി. എമോ, എമോട്രി, എമോറിയസ്. Okay guys, we're done for today. See you tomorrow. See you all. Bye. ma'am. Bye. കാഞ്ചന, 1 സെക്കൻഡ്. Yeah. പ്രീവിയസ്ലി നടത്തിയ ഫ്രഞ്ച് ക്ലാസ്സിലെ കുറെ മിസ്സായി കാണില്ലേ? അതൊന്ന് ടീച്ച് ചെയ്യാൻ പറ്റുമോ? ഇവൻ ഫ്രഞ്ച് പഠിച്ചിട്ട് ഫ്രാൻസിലേക്കാ പോകുന്നേ. നാളെ ആഫ്റ്റർ ലഞ്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, താങ്ക് യു. ബൈ. താങ്ക്സ്. ഡൗട്ട് ഉണ്ടെങ്കിൽ വേഗം പോയി ചോദിക്കേ. ഡൗട്ട് വേഗം പോ. കാഞ്ചന, കാഞ്ചന. പറയൂ. ഇവിടെ ഈ ഫ്രഞ്ച് ബുക്ക് എവിടെയാ കിട്ടുക? ലൈബ്രറിയിൽ നിന്ന്. ഓ, ലൈബ്രറി. ലൈബ്രറി എന്തിനാ? പ്ലേ ഗ്രൗണ്ട് ഉണ്ട്, 60 ലേഡീസ് സ്റ്റുഡന്റും ഉണ്ട്. സ്ട്രൈറ്റ് ആയിട്ട് പോവോ, എന്നിട്ട് റൈറ്റ്. ഓ, ഓക്കെ, താങ്ക് യു. വേറെ എന്തെങ്കിലും ചോദിക്കണോ? ഇല്ല. താങ്ക് യു. താങ്ക് യു. താങ്ക് യു മാം. താങ്ക് യു. താങ്ക് യു. വളരെ നല്ല ടീച്ചറാട്ടോ. ഫേസ്ബുക്ക്, വാട്സ്ആപ്പ് യൂസ് ചെയ്തെന്ന് കാഞ്ചനമാല പറഞ്ഞിട്ടുണ്ട്. വാ, ലൈബ്രറി ആ ശരി, പോവാ. നല്ലോണം ശ്വാസം മേലോട്ട് വലിച്ചേ. ഇപ്പൊ വിട്ടേ, വീണ്ടും വലിക്കൂ. ഇപ്പൊ എങ്ങനെയുണ്ട് ഡോക്ടർ? ഹാർട്ടിലുള്ള 3 ആർട്ടറീസും ബ്ലോക്ക് ആയിരിക്കുക. എപ്പോഴും ഹാർട്ട് പ്രോബ്ലം വളരെ സൂക്ഷിക്കേണ്ട ഒന്നാണ്. ഞാൻ കുറച്ച് കോസ്റ്റ്ലി മെഡിസിൻ ഒക്കെ എഴുതി തരാം, അത് കഴിച്ചാൽ മതി. അതായത് പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലേ? തൽക്കാലം വലിയ പ്രശ്നമൊന്നും കാണുന്നില്ല. പക്ഷേ 3-4 മാസം കഴിഞ്ഞ് ഒരു മേജർ ഓപ്പറേഷൻ വേണ്ടി വരും. ഡോക്ടർ, അതിന് എത്ര ചെലവ് വരും? അതിന് ഒരു 5 to 6 lakhs വരെ ചെലവായിരിക്കും. എന്തിനെത്ര തിരക്കിട്ട് വിളിപ്പിച്ചത്? പലിശ പണം ഞാൻ മുൻപേ തന്നതല്ലേ? ഒന്നുമില്ല രാജു, നമ്മളാളെ എറണാകുളത്തിൽ ഒരു ലാൻഡ് നോക്കി വെച്ചിട്ടുണ്ട്. 25 ലക്ഷം വേണമെന്നാ ചോദിക്കുന്നത്. നീ കടം മേടിച്ച 25 ലക്ഷം അല്ലേ?
അത് പറ്റുമെങ്കിൽ 4-5 ദിവസത്തിൽ തിരിച്ചു തരാൻ പറ്റുമോ? അത്രയും പണം 4-5 ദിവസം കൊണ്ട് ഞാൻ 15 വർഷമായിട്ട് 5% ഇൻട്രസ്റ്റ് നീ കൃത്യമായിട്ട് തരുന്നുണ്ട്. പക്ഷെ അയാൾ 15% തരാന്നാ പറയുന്നത്. അതല്ല ഇവി. ബുദ്ധിമുട്ടാണല്ലേ? ശരി, ആ 15% നീ തന്നേക്ക്. അവരോട് ഞാൻ പറഞ്ഞ് മനസ്സിലായിക്കോളാം. സാരമില്ല, ഞാൻ എന്തെങ്കിലും ചെയ്ത് നിങ്ങളുടെ പണം വേഗം തിരിച്ചു തന്നേക്കാം. കാഞ്ചനെ, മോളെ കാഞ്ചനെ. എടാ, ഈ ഡോക്യുമെന്റ് എന്തിനാ പുറത്തെടുത്തിരിക്കുന്നേ? ആ സേട്ടുവിന്റെ കടം തീർക്കണം. അതിനുവേണ്ടി ചേട്ടന്റെ വീട് വിൽക്കാൻ പോവാണോ? അത് അവളുടെ അമ്മ കൂട്ടിവെച്ച കാശുകൊണ്ട് മേടിച്ച വീടാ. ഇവളുടെ കല്യാണത്തിന് വേണ്ടി വെച്ചതാ. അതിപ്പോ വിറ്റ് കഴിഞ്ഞാ ഇപ്പൊ ഇവിടുത്തെ ആവശ്യം സെന്റിമെന്റ് അല്ല, സെറ്റിൽമെന്റാ. ഓഫീസിൽ ഓഡിറ്റിംഗ് വർക്ക് നടക്കാൻ മോളെ. ഇല്ലെങ്കിൽ ഞാൻ തന്നെ നേരിട്ട് വന്നാനെ. രാമമൂർത്തി ഞങ്ങളോട് ഫോൺ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. മോള് പോയി ഡോക്യുമെന്റ്സ് കൊടുത്തിട്ട് സൈൻ ചെയ്തിട്ട് പണം മേടിച്ചോണ്ട് വാ. പോവാൻ കൊച്ചച്ച, സാരല്ല. ശരി, ശ്രദ്ധിച്ചു വേണം. ഹായ്, നിങ്ങളെന്താ ഇവിടെ ചെയ്യുന്നത്? അതെന്റെ ക്വസ്റ്റ്യൻ. നിങ്ങൾ എന്താ ഇവിടെ? സത്യം പറയണോ കള്ളം പറയണോ? നിങ്ങൾ സത്യം പറയാൻ പോകുന്നില്ല? ആ ശരി, ആദ്യം നുണ തന്നെ പറഞ്ഞേക്കോ. അതെയോ? എന്റെ അച്ഛന് മൈസൂർ പാർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് 5 കിലോ വാങ്ങിക്കാന്ന് മൈസൂരിലേക്ക് പോയിക്കൊണ്ടിരിക്കാം. ഇനി എന്തായാലും സത്യം പറഞ്ഞോളൂ. ഓ, പറയുന്നത് കുറച്ച് കഷ്ടമാണ്. സാറിൽ ഇവിടെ ഇരിക്കും, ഞാൻ പറഞ്ഞുതരാം. ഇവിടെയാണെങ്കിൽ ഫ്രഞ്ചിന്റെ ഒപ്പം വേറെ ലാംഗ്വേജും പഠിക്കാം. ഡാ, കാഞ്ചന എന്തുകൊണ്ടാ വരാത്ത? ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. വിഷമിക്കണ്ടടാ മച്ചു, 1 മിനിറ്റ് നിൽക്ക. ഹലോ, ഞാൻ ഫ്ലിപ്കാർട്ടിന്നാ കോൾ ചെയ്യുന്നേ. ആ പറഞ്ഞോളൂ. കാഞ്ചന മേഡത്തിന് കാലിഫോർണിയയിൽ നിന്ന് കോളിഫ്ലവർ വന്നിട്ടുണ്ട്. അർജന്റായിട്ട് ഡെലിവറി ചെയ്യണം. കാലിഫോർണിയന്നോ? ആ അതെ. അയ്യോ, അവള് മൈസൂരിലേക്ക് പോയല്ലോ. അയ്യോ, മൈസൂരിലേക്ക് പോയിത്രടാ. ഫോണിൽ കേൾക്കൂടാ. ആ ശരി, ഞങ്ങൾ ആമസോണില് ഓൺലൈനിൽ അയക്കാം. നിങ്ങൾ ആമസോൺ ആണോ അത് ഫ്ലിപ്കാർട്ട് ആണോ? സ്വിഗ്ഗി. എന്താ കഴിക്കുന്നോ? വാട്ടർ. ഗുഡ് നൈറ്റ്. മോള് എത്തിയോ? എത്തി കൊച്ചച്ച. ഞാൻ വരാന്ന് കരുതിയതാ. എല്ലാം ഓക്കെ അല്ലേ? ആ, എല്ലാം ഓക്കെ ആയിരുന്നു. ലക്ഷം, ഇനിയും 5 ലക്ഷം. എടാ, ഇത് 3 ഉള്ളൂ. ഞാൻ 5 ചോദിച്ചത്. സോറിടാ, എന്റെ മൂത്ത മോൾക്ക് ഞാൻ ഇപ്പോഴാ ഫീസ് അടച്ച്. ഇനിയും 2 ലക്ഷം വേണം. ശരി, വിട്. ഓഫീസിലൊന്ന് ചോദിച്ചു നോക്കാം. സർ. ആ രാജു സാർ, വരൂ, ഇരിക്കൂ. സാറല്ലേ സാർ, എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു 2 lakhs വേണം സാർ. 2 lakhs? അതെ സാർ, അത്രയ്ക്ക് അത്യാവശ്യമായോണ്ടാ. പെട്ടെന്ന് ഇത്ര കാശെന്ന് പറഞ്ഞാൽ കുറച്ച് പ്രയാസമാണ്. 1 മിനിറ്റ്. ആ, 1 lakh ആണെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് തരാം. ആ ശരി സാർ, താങ്ക് യു സാർ. എല്ലാ മാസം സാലറിയിൽ കട്ടാവും. ഓക്കെ സാർ, താങ്ക് യു. ഇനിയും 1 ലക്ഷം രൂപ വേണം. എവിടുന്നാ ഉണ്ടാക്കാം? എന്തു പറ്റി? ഒരിടത്തൊന്നും കാശ് കിട്ടിയില്ലല്ലേ? 1 ലക്ഷത്തിന്റെ കുറവുണ്ട്. 1 മിനിറ്റ്, ഞാൻ ഇപ്പൊ തന്നെ വരാം. ദാ പിടിച്ചോ. ഇത് വിൽക്കണമെന്ന് തോന്നുകയാണെങ്കിൽ വിറ്റോളൂ. 25 lakhs. ഒന്ന് എണ്ണി നോക്കിക്കോ. എണ്ണി നോക്കേണ്ട ആവശ്യമില്ല, തന്നത് നിങ്ങളല്ലേ. എന്നാ വരട്ടെ. ശരി.